Okay, let's start. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് കണ്ടുപിടിക്കാൻ തന്നെ കാരണം ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് വാക്യൂം ട്യൂബ്സൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു വളരെ ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ്. ഒത്തിരി കറണ്ട് വേണം, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്യും, പവർ ഡിസിപ്പേഷൻ കൂടുതലാണ്, അങ്ങനെ ഒത്തിരി ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതിന് തീരെ കുറവായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് 1950. അപ്പം അങ്ങനെ ആയപ്പം ട്രാൻസിസ്റ്റർ ഞാൻ പറഞ്ഞു ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് റീജിയനിലായിരുന്നു ഒരു ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് അത് നമ്മൾ നോക്കിയതാണ്. ആക്റ്റീവ് റീജിയനാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താ, ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ പ്രോസസ്സാണ്. ഇറ്റ്സ് എ ലീനിയർ പ്രോസസ്സ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ലീനിയറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓപ്പറേഷൻ ഉള്ളി ഇൻ ആക്റ്റീവ് റീജിയൻ. അതായത് ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലായിരിക്കണം, ഫോർവേഡ് ബയാസ്, ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഞാൻ പറയാൻ പോകുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. കാരണം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് കറണ്ട് ഈസ് നത്തിങ് ബട്ട് IC ആണ്, കളക്ടറിലൂടെ പോകുന്ന കറണ്ടാണ്. ആൻഡ് ഇൻപുട്ട് കറണ്ട് ഈസ് നത്തിങ് ബട്ട് ബേസ് കറണ്ടാണ്, ബേസ് കറണ്ടാണ്, IB ആണ്. ആൻഡ് ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, അപ്പോൾ ഇൻപുട്ട് ബൈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് ബൈ ഔട്ട്പുട്ടാണ്. ദറ്റ് മീൻസ് IC ബൈ IB ആണ്. ദറ്റ് ഈസ് ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. And that beta value is very higher. It's higher than 50. It's a range almost beta 50 500. ആ റേഞ്ചിലാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉള്ളത്. അതായത് ബീറ്റ ടൈംസ് IB ആയിരിക്കും IC എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷനിലാണെങ്കിൽ ദ ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC ആൻഡ് ഇൻപുട്ട് കറണ്ട് ഈസ് IE, ആൻഡ് ദീസ് that is denoted by this amplification factor is denoted by alpha, and its value is almost 1. It's slightly lesser than 1. However, it is almost 1. That means there is no amplification for current in common base configuration. It's also in common collector configuration. It's also like that. Okay, so generally നമ്മൾ പറയുമ്പം ഇപ്പം കറണ്ട് ഗെയിനും വേണം, വോൾട്ടേജ് ഗെയിനും വേണമെങ്കിൽ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോമൺ എമിറ്റർ ഏത് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കറിയാം, ഇപ്പം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നത്തിങ് ബട്ട് ഔട്ട്പുട്ട് കറണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ടാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്. ഞാൻ ജസ്റ്റ് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരയ്ക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഏറ്റവും സിമ്പിൾ ബയാസിംഗ് ആണ്. സോ കൺസിഡർ ദിസ് ഈസ് RC ആൻഡ് ദിസ് ഈസ് പ്ലസ് VCC, ആൻഡ് ഹിയർ പ്ലസ് VBB, and if I am putting a resistor for RB. Okay, and I am applying V in here, and I am taking V out from here, and V out is nothing but this is
this is, we know that collector, and this is emitter, and this is base. So output is nothing but collector to emitter voltage, in between the voltage between the collector to emitter, and this is the IC, and this is the IE current flowing through this, and this is the IB current flowing through this. Okay. So as we know that this is an NPN transistor, NPN transistor. This collector is positive, so collector base junction, here this junction is reverse bias, because N is very higher positive, collector is very higher positive, and compared to this emitter base junction is forward bias, കാരണം പിയിൽ നമ്മളൊരു പോസിറ്റീവ് സെല്ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മളൊരു വീനും കൊടുത്തിരിക്കുന്നത്, ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ലൈക്ക് ദിസ്. സോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഞാൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ വരച്ചതാണ്. ഇപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് അല്ല എന്ന് വിചാരിക്കുക. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡയോഡ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ ദിസ് ഇസ് ബേസ് കറണ്ട്, IB കറണ്ട്, ആൻഡ് ദിസ് ഇസ് ബേസ് ടു എമിറ്റർ വോൾട്ടേജ്, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, IB കറണ്ടിൻ്റെ ഇതാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു 0.7 വോൾട്ടേജ്, ഇപ്പോൾ സിലിക്കൺ വെച്ചിട്ടുള്ള ട്രാൻസിസ്റ്ററാണെങ്കിൽ 0.7 വോൾട്ടേജ് ആയിരിക്കും. ഇറ്റ്സ് സെയിം മസ്, കാരണം ഈ ജംഗ്ഷന് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ജംഗ്ഷൻ ഒരു ജസ്റ്റ് ഒരു ഡയോഡായിട്ടാണ്, ഫോർവേഡ് ബയാസിലുള്ള ഡയോഡായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇനീഷ്യലി ഇവിടെ ഫോർവേഡ് ബയാസ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതിലൂടെയുള്ള കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്, കളക്ടറിന് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഏക പാത്ത് ഇതാണ്. അപ്പം ഇവിടെ ഒരു പാത്ത് പോലും ഉണ്ടാവില്ല. ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയാസാണ്. ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് ഇതിലൂടെയുള്ള ഡയറക്റ്റ് പാത്ത് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കറിയാം, ഇഫ് IB ഈസ് 0, ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ IB 0 എന്ന കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസേ അല്ല എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ IC എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഓൺലി ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രം, മൈനോറിറ്റി കാരിയേഴ്സ് മൂലമുള്ള കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുള്ളൂ. ഇതെന്ന് പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയാസിലാവുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നമ്മൾ -VCE നമ്മൾ -X ആക്സിസിൽ വരയ്ക്കുന്നത് നമ്മൾ തിരിച്ച് വരച്ചിരിക്കുന്ന ഒരു ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തിരിച്ച് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ്, നമ്മൾ ഫോർവേഡ് ബയാസ് ആക്കുമ്പോൾ നമ്മൾ കൂടുതൽ മൈനോറിറ്റി കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിനെ കൂടുതൽ സപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ IB കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ IB 10 മൈക്രോ ആംപിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ നമ്പേഴ്സ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. IB 20 മൈക്രോ ആംപിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. IB 30 മൈക്രോ ആംപിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദാറ്റ്, 30 മൈക്രോ ആംപിയർ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IB കൂടും. IB കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ICയിലുള്ള വേരിയേഷനാണ്, IC വേരിയേഷനാണ് ഇത് ചെയ്തത്. കാരണം IC മില്ലി ആംപിയർ വേരിയേഷനിലായിരിക്കും ഉള്ളത്. IB എന്ന് പറയുന്നത് മൈക്രോ ആംപിയർ വേരിയേഷനിലാണ് ഉണ്ടാകുന്നത്. കാരണം IC എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് IB ആണ്. ഇപ്പോൾ ഒരു ബീറ്റ എന്ന് പറയുന്ന 100 വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 100 ടൈംസ് IB എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും IC എന്നുള്ള വാല്യൂ, ICയുടെ വാല്യൂ. ഓക്കെ, ഇനി നമ്മളൊരു ഇപ്പം ലോഡ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ലോഡ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ ആവശ്യം തന്നെ, ഇനി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ബയാസിങ്, ഇപ്പോൾ IB 20 മൈക്രോ ആംപിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, VB അറേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി ഞാൻ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൈനസോയിഡൽ ഇൻപുട്ട് വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത്, IB കറണ്ട് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും വേരി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ IBയുടെ ഫ്ലക്ച്വേഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ IBയിൽ ഒരു പോസിറ്റീവ് ഫ്ലക്ച്വേഷൻ, പോസിറ്റീവ് സൈക്കിൾ ഒരു പോസിറ്റീവ് ഫ്ലക്ച്വേഷൻ കൂടും. സോ IB വിൽ ബി ഇൻക്രീസ് ലൈക്ക് ദിസ്. IB കൂടും. IB കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, ബീറ്റ ടൈംസ് IB കൂടും. ഓക്കെ, അപ്പോൾ ബീറ്റ ടൈംസ് IB കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, if Vin increase, IB increase. If IB increase, IC is also increase, because beta IB ആണ്
ഐ സി എന്ന് പറയുന്നത് ഐ സി വിൽ ഓൾസോ ഇൻക്രീസ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് വി സി ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ആക്സിസിൽ എൻ്റെ ക്രിച്ച്ഓഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് കിട്ടുക? ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി എന്നാണ് കിട്ടുക. കാരണം എന്താണ്? വി സി സി ഈക്വൽ ടു ഐ സി ആർ സി. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. ഈ ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്യുമ്പം എനിക്ക് ഈ 2 ഡ്രോപ്പുകളാണുള്ളത്. വി സി ആണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം if Vin increase, IB increase, IC is also increase. If IC increases, Vout will be decreases. Why Vout is decreases? കാരണം വി സി സി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നുമില്ല. ഹിയർ വി സി സി ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ ആർ സി റെസിസ്റ്ററിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, അതിനകത്ത് വേരിയേഷൻ ഒന്നുമില്ല. ആകെ വേരിയേഷൻ ചെയ്യുന്ന ഐ സിക്ക് മാത്രമാണ്. ഐ സി കൂട്ടുകയാണ്. ഐ സി കൂടുന്നതിനാണ് ഐ ബി കൂടുന്നതുകൊണ്ട് ഐ സിയും കൂടുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? വി സി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് is output voltage is VCC minus ICRC ആണ്. These two things are constant. If IC increase, what will happen? VCE will decrease. If IC decreases, VCE will increases. So in common emitter configuration, consider we can having an input voltage. Input voltage is here like this, like okay, it's in milliwatt. So it's in milliwatt range variation, and like that we can have an IB variation in microampere variation. Then we can have IC variation proportional to that, but it's beta times beta IB, or we can say that is IC. It will be varies like that. ഞാൻ നിങ്ങൾക്കൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കിട്ടാനാണ് പറയുന്നത്. Then what will happen to the Vout, output voltage? Output voltage will be initially it will be decreases, because in positive what will happen? It will be negative, and it will be like that. Output voltage will be like that. Okay, initially നമുക്കൊരു say for example 5 voltage ഉണ്ടെന്ന് വിചാരിക്കുക. Then so this is 0 voltage, and it will be like going like that. കാരണം ഇനീഷ്യലി 5 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഇപ്പം വി സി സി എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് 10 വോൾട്ടേജ്. വെൻ ഐ സി ഈസ് ഈക്വൽ ടു 0, ഐ സി ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുക്കുന്നില്ല. ഇപ്പം ഞാൻ ഐ സി ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ ആണ് എടുക്കുക. ഫോർ എക്സാമ്പിൾ വി സി സി ഇസ് 10 വോൾട്ടേജ് ആൻഡ് ഐ സി ഈസ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ, ആർ സി ഈസ് ഈക്വൽ ടു 5 കിലോ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ വാട്ട് വിൽ ബി മൈ വി സി is equal to 10 minus ICRC, that is 5 voltage ആണ്. അതായത് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്തപ്പോൾ whenever my input voltage is 0 voltage, my VC is equal to 5 voltage plus 5 voltage, that is plus 5 voltage നിൽക്കുകയാണ്. Then if I am applying a positive cycle, the IB will be also increase positively. So IC is equal to IC is also increases. Then consider IC is increases to in the positive input cycle. Let this is when Vin is equal to 0 voltage. Let Vin is equal to the maximum positive value. At that time IC, let my IC is equal to 3 milliampere. കാരണം ഐ ബി വേരി ചെയ്ത് ബീറ്റ ടൈംസ് ഐ ബി വേരി ചെയ്ത് പ്ലസ് 3 മില്ലി ആംപിയർ ആയെന്ന് വിചാരിക്കുക. ഇനീഷ്യലി ഇത് പ്ലസ് 1 മില്ലി ആംപിയർ ആയിരുന്നു, പ്ലസ് 3 മില്ലി ആംപിയർ ആയെന്ന് വിചാരിക്കുക. ദെൻ വാട്ട് വിൽ ബി മൈ വി സി ഇ?
VC is equal to 10 voltage minus that we can give that much voltage because maximum saturation like move 1.5 milliampere ആയിരുന്നു വിചാരിക്കും. Okay, so what will happen, 1.5 into 5, that is I think it's 7.5. okay, that is 2.5 voltage. okay, that is at that time the output voltage, maximum output voltage is plus 2.5 voltage. okay, then what happen when Vin is negative maximum? Negative maximum value, IC, let IC is equal to 0.5 milliampere. Then what is VC? 10 minus 2.5, that is 7.5 plus 7.5 voltage. അപ്പോൾ നമ്മളിവിടെ ഒരു മില്ലി വോൾട്ട് റേഞ്ചിലൊരു വേരിയേഷൻ കൊടുക്കുമ്പം ഈവനൊരു വോൾട്ടേജ് റേഞ്ചിലുള്ള വേരിയേഷൻ കിട്ടി. പ്രൊവൈഡഡ് നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഞാനിപ്പം ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്ത കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ്. ഇപ്പോൾ ഒരു +5 വോൾട്ടേജ് ഒക്കെ ഔട്ട്പുട്ട് വോൾട്ടേജ് VCക്ക് ക്രോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഞാൻ ഇൻപുട്ട് വേരി ചെയ്യുന്ന ഒരു ഇൻപുട്ട്, അതിനെയാണ് നമുക്ക് ഒരു DC വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യാനല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഞാനൊരു വേരി ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേരിയേഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള വേരിയേഷൻ കിട്ടും. ഓക്കെ, അല്ലാണ്ട് 0യിൽ നിന്ന് ആംപ്ലിഫൈ ചെയ്യും അങ്ങനെയൊന്നും അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ്, ബയാസിങ് വോൾട്ടേജ് അല്ല, Vinൽ കൊടുക്കുന്ന വോൾട്ടേജിന് ഒരു 0 വോൾട്ടേജ് ആകുമ്പോൾ എനിക്ക് ICയോ VCയോ ഒക്കെ 0 ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ICയും VCയും ഒക്കെ ഉണ്ട്, അതിന് ക്രോസ് ആയിട്ട് ഒരു ICയും VCയും ഉണ്ട്. അതൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജും കോൺസ്റ്റൻറ്റ് കറണ്ടൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ദെൻ ഒരു വേരിയേഷൻ ആയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ ഇൻപുട്ട് കറണ്ട് ഉണ്ടാവുകയും ആ വേരിയേഷൻ ആയിട്ടുള്ള ഇൻപുട്ട് കറണ്ട് ഉണ്ടാകുമ്പോൾ ആ വേരിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീറ്റ ടൈംസ് വേരിയേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ബീറ്റ ടൈംസ് വേരിയേഷൻ ICയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ICയിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദർ വിൽ ബി എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാവുക. നിങ്ങൾക്ക് 2019ലും 2020ലും ഈ സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ഒരു ആംപ്ലിഫയർ. ഓക്കെ, നിങ്ങളുടെ അല്ല, സോറി, എനിക്ക് മാറിപ്പോയതാണ്. CSIR ക്വസ്റ്റ്യനിലായിരുന്നു ചോദിച്ചത്, ജാമിൻ്റെ ക്വസ്റ്റ്യനിലല്ല ചോദിച്ചത്, CSIR ആയിരുന്നു. എനിവേ, CSIR ക്വസ്റ്റ്യൻ ചോദിച്ചത് 2 തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചത്, ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ആംപ്ലിഫയർ ചെന്നിട്ട് ഒരു ഇൻപുട്ട് തന്നിട്ട് ഔട്ട്പുട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് താഴെ തന്നിരിക്കുന്ന ഏത് വേവ് ഫോമാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലുള്ള ഒരു സിഗ്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നത്. നിങ്ങളത് കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ ഇൻറ്റേർണൽ നടക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഏതാണ് ഞാൻ പറയേണ്ടത്? കണക്കാണോ? ഓക്കെ, ഫൈൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന ഈ സപ്ലൈ വോൾട്ടേജ് VBB,
അല്ലെങ്കിൽ VCC, ആ വോൾട്ടേജുകളൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജുകളാണ്, DC വോൾട്ടേജുകളാണ്. ഇപ്പം നമ്മളൊരു ആംപ്ലിഫയർ, ഇപ്പം മൈക്ക്, നമ്മൾ സംസാരിക്കുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള മൈക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പവർ വേണം അല്ലേ, പവർ സപ്ലൈ വേണം. പവർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മൈക്ക് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഒരു സപ്ലൈ വേണം. ആ സപ്ലൈ വോൾട്ടേജാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന VCCയും VBB ആ സപ്ലൈ വോൾട്ടേജാണ്. ആ സപ്ലൈ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? ഈ ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയനിലാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയനിലാക്കി നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ്റെ റിവേഴ്സ് ബയാസും ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത്. എന്നാൽ മാത്രമാണ് ഇത് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ. ആംപ്ലിഫിക്കേഷൻ ലീനിയർ പ്രോസസ്സാണ്. ആംപ്ലിഫയർ ലീനിയറായിട്ട് ആക്റ്റീവ് റീജിയനിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ കണ്ടീഷനിൽ പോലും ഇവിടെ ഇതിലൂടെ ഇതിനൊരു അക്രോസ് ആയിട്ടൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണെന്നല്ല മനസ്സിലാക്കേണ്ടത്. ഈവൻ എൻ്റെ ഈ ഇൻപുട്ട് വോൾട്ടേജ് 0, Vin എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന നമ്മുടെ വോയിസ് സിഗ്നൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ വോയിസ് സിഗ്നലാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് എനിക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടേണ്ടത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഈ സിഗ്നലൊന്നും കൊടുക്കാത്തപ്പോഴും എനിക്കൊരു DC സിഗ്നൽ ഉറപ്പായിട്ടും എനിക്കുണ്ടാവും. ഇതാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഈ VCE എന്ന് പറയുന്ന ഒരു 5, ഈവൻ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0യിൽ പോലും എനിക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് VCE എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു 5 വോൾട്ടേജൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു, ഡ്യൂ ടു ദി സപ്ലൈ വോൾട്ടേജ്. ഈ സപ്ലൈ വോൾട്ടേജ് മൂലം എനിക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും, 5 വോൾട്ടേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പൊതുവേ നമ്മൾ ഇതിൻ്റെ 50% വോൾട്ടേജ് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മാക്സിമം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ലാബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു ആംപ്ലിഫയർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഒരു ആംപ്ലിഫയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ടർ ടു എമിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു 50% നിർത്താൻ പാകത്തിനായിരിക്കും. VCCയുടെ 50% നിർത്താൻ, അതായത് ഒരു സ്റ്റെബിലൈസ്ഡ് കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് 50% നിർത്തുന്നത്. ഇനി അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 വോൾട്ടേജ് ഇവിടെയുണ്ട്. ഓക്കെ, VCE 5 വോൾട്ടേജ് ഉണ്ട്. ഈവൻ എൻ്റെ സിഗ്നൽ അപ്ലൈ ചെയ്യാത്തപ്പോൾ പോലും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, കാരണം ഒരു ഔട്ട്പുട്ട് കറണ്ടുണ്ട്. കാരണം എന്താണ്, ഇതൊരു ആക്റ്റീവ് റീജിയനിൽ നിർത്തുമ്പം ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ കാര്യം മനസ്സിലായോ? അതിനകത്ത് ഡൗട്ടുണ്ടോ? ഓക്കെ. ഇനി ഞാൻ എന്താണ് പറയുന്നത്, ഇനി എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മില്ലി വോൾട്ടേജ് ചേഞ്ച് ഇൻപുട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്കൊരു മൈക്രോ ആംപിയർ വേരിയേഷൻ ഈ IB കറണ്ടിലും വേരിയേഷൻ ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ പോസിറ്റീവ് കൊടുക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് IB വേരിയേഷൻ വരും. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രാഞ്ചിൽ എടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് VCC ഈ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് VCC ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പാണ് സപ്ലൈയിൽ ആകെ കൊടുക്കുന്ന നമ്മൾ വോൾട്ടേജിൻ്റെ 2 ഡ്രോപ്പുകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ Vin ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IB ഇൻക്രീസ് ചെയ്യും, മൈക്രോ ആംപിയർ വേരിയേഷനിൽ IB ഇൻക്രീസ് ചെയ്യും. ഈ മൈക്രോ ആംപിയർ വേരിയേഷനിൽ IB ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ IC മില്ലി ആംപിയർ ഒരു വേരിയേഷൻ ഉണ്ടാകും. കാരണം എന്താ, ബീറ്റ ടൈംസ് IB ആണ്. ബീറ്റയുടെ വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആണ്, ബീറ്റ ടൈംസ് IB ഉണ്ടാവും. ഓക്കെ, IC ബീറ്റ ടൈംസ് IB ഉണ്ടാവും. That means the Vout will be decreased. How Vout will be decreased? We know that VCC ICRC plus VCE ആണ്. അപ്പോൾ VCE is equal to VCC minus ICRC ആണ്. Where RC and VCE കോൺസ്റ്റൻ്റ് ആണ്. IC ഇൻക്രീസ് ചെയ്യുമ്പോൾ VCE ഡിക്രീസ് ചെയ്യും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി 5 വോൾട്ടേജ് ആയിരുന്നു, അത് 2.5 വോൾട്ടേജ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വാല്യൂസ് ഇട്ട്, ഇനീഷ്യലി VCC 10 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക, IC 1 മില്ലി ആംപിയർ ആക്കി വെച്ചേക്കുകയാണെന്ന് വിചാരിക്കുക. R5 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് RC എന്ന് പറയുന്നത് R5 അല്ല, RC 5 കിലോ ഓം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യലി VCE എന്ന് പറയുന്നത് എന്താ പറയുക, 5 വോൾട്ടേജ് ആയിരിക്കും. 10 മൈനസ് 5, ഈ 5 വന്നത് എങ്ങനെയാണ്, 1 മില്ലി ആംപിയർ ഇൻറ്റു 5 കിലോ ഓം ഈസ് ഈക്വൽ ടു 5 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ VCE 5 വോൾട്ടേജിൽ നിൽക്കുകയാണ്. ഇനി എനിക്ക്
ഇൻപുട്ടിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഐ ബിയിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഐ സിയിലൊരു വേരിയേഷൻ ഉണ്ടായി. ഐ സിയിൽ ഇപ്പോൾ ഇനീഷ്യലി 1 മില്ലി ആംപിയർ ആയത് 1.5 മില്ലി ആംപിയർ ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻ. 1.5 മില്ലി ആംപിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വി സി എത്രയായിരിക്കും? 10 മൈനസ് 1.5 ഇൻറ്റു 5 കിലോ ഓം, ദാറ്റ് ഈസ് പ്ലസ് 2.5 ആവും. അതായത് വെൻ വി ഇൻ മാക്സിമം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് 2.5 ആവും. ക്ലിയർ ആയോ? അത് നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ അനുസരിച്ചാണ്. ഓക്കെ, എത്രയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്? ഞാനിവിടെ ഇൻപുട്ടിൽ എത്രയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടില്ലല്ലോ. നമുക്ക് 0 വരെയാണ് മാക്സിമം പോകാൻ പറ്റുള്ളൂ. 0യിലും താഴെ പോകാൻ പറ്റത്തില്ല. 0 വരെ പോലും പോകാൻ പറ്റില്ല. സം വോൾട്ടേജ് എപ്പോഴും ഉണ്ടായിരിക്കണം. 0ന് താഴെ ഒരിക്കലും പോവില്ല, അത് വേറെ കാര്യം. പക്ഷേ 0ന് ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അനുസരിച്ച് 0ന് താഴെ പോകണമെങ്കിൽ നമ്മുടെ സിഗ്നലിൻ്റെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഇപ്പം ഇത് 5 വോൾട്ടേജാണ്, ഇതാണ് 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇൻപുട്ടിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് വേരിയേഷൻ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം കട്ടായിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നമുക്ക് മാക്സിമം കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പം ക്യൂ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, സെൻറ്ററിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഐ ബിയുടെ സെൻറ്റർ പോയിൻ്റ് എന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഇപ്പം വേരിയേഷൻ വരുമ്പോൾ ഐ സിക്ക് വേരിയേഷൻ വരുമ്പോൾ ഇതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം സിങ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് സൈക്കിളിലും ഇതിന് മേലേക്ക് സാച്ചുറേഷൻ, ഇത് സാച്ചുറേഷൻ റീജിയനാണ്. ഇവിടുന്ന് താഴത്തേക്ക് കട്ട് ഓഫ് റീജിയനുമാണ്. ഓക്കെ, ഫൈൻ. അപ്പം ഇവിടുന്ന് മാക്സിമം ഇത്രയാണ് സിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സെൻറ്ററിലാണ് ക്യൂ പോയിൻ്റ് വയ്ക്കുക. അതെന്താണ്, ഇപ്പോൾ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം സൈക്കിൾ പോസിറ്റീവിലും മിനിമം സൈക്കിൾ നെഗറ്റീവിലും ഈ വേരിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ക്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ചു എന്ന് കരുതുക. ക്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവിൽ നമുക്ക് ഫുള്ള് കിട്ടും. പക്ഷേ പോസിറ്റീവ് സൈക്കിളിലേക്ക് വരുമ്പോൾ അത് കട്ടായി പോകും. ഫുള്ള് സിങ് ആണ് നമുക്ക് മാക്സിമം റേഞ്ചിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ക്യൂ പോയിൻ്റ് നമ്മൾ സെൻറ്ററിൽ, എക്സാക്ട്ലി സെൻറ്ററിൽ വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻപുട്ടിൽ ഞാനൊരു പോസിറ്റീവ് ഇച്ചിരി വോൾട്ടേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഐ സി പ്ലസ് ഇത് സൈക്കിള് കട്ടായി പോകും. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ക്യൂ പോയിൻ്റ് നമ്മൾ സെൻറ്ററിൽ തന്നെ വയ്ക്കണേ. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പ്രോബ്ലത്തിൽ മോൻ പറഞ്ഞത് കറക്റ്റാണ്, അരവിന്ദ് പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇച്ചിരി പൊക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാക്സിമം സിങ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് ഇച്ചിരി കൂട്ടി വയ്ക്കുകയാണെങ്കിലോ ഈ ഭാഗത്ത് ഈ അപ്പർ സൈഡിൽ സാച്ചുറേഷനായി പോകാനുള്ള, ഐ സി സാച്ചുറേഷനായി പോകാനുള്ള ഒരു കണ്ടീഷനുണ്ട്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ടെങ്കിലാണെങ്കിലും ചോദിക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ബേസിക്കലി എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ഞാനിങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോഴാണെങ്കിലും ഇപ്പം ലാബിൽ ചെയ്യിക്കുമ്പോഴാണെങ്കിലും ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു ആളുകളൊക്കെ വിചാരിക്കുന്നത്, ഓക്കെ ഞാൻ ഇൻപുട്ടിൽ 0 വോൾട്ടേജ് കൊടുത്തു, വീനായിട്ട് 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ 0 വോൾട്ടേജ് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ബയാസിങ് മൂലം സം വോൾട്ടേജ് വിൽ ബി ദയർ. അതൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ്. അത് ഇൻപുട്ടിനനുസരിച്ച് വേരി ചെയ്യാത്തൊരു വോൾട്ടേജ്, ഫ്ലക്ച്വേറ്റ് ചെയ്യാത്തൊരു വോൾട്ടേജ് ആയ കാരണം നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ഡി സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സർക്യൂട്ടൊക്കെ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ച്, ഇൻപുട്ടിലൊരു വേരിയേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനാണ് നമ്മൾ നോക്കുന്നത്. അതിനെയാണ് നമുക്ക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, hope these things are clear to you. Can go for some more problem. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യുന്നതിന് ഈ ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിൽ കൂടുതലും നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ തന്നിട്ട് നമുക്കൊരു ബയാസിംഗ് ഒക്കെ തന്നിട്ട് കൂടുതൽ പ്രോബ്ലം ചോദിക്കുക.
ഒന്നില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും. അത് ലൈക്ക് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് IC, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE, അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക ഒരു ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്ത് തന്നിട്ട് ഇത് ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് റീജിയൻ ഓർ സാച്ചുറേഷൻ റീജിയൻ ഓർ കട്ട് ഓഫ് റീജിയൻ ഓർ ഇനി അതർ റീജിയനിലാണോ ഇത് വർക്ക് ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വർക്കിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഏത് റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ, അതായത് ഒരു ശരിക്കുമുള്ള ആംപ്ലിഫിക്കേഷനിൽ ട്രാൻസിസ്റ്റർ 3 കണ്ടീഷൻ അച്ചീവ് ചെയ്യണം. ഏതൊക്കെയാണ് ആ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ ഏതായിരിക്കണം? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് ഞാൻ ഇത്രയും നേരം പറഞ്ഞതാണ്. എക്സാക്ട്ലി. സോ ദ ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ആക്റ്റീവ് റീജിയനിലായിരിക്കണം അല്ലേ. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താ? ആംപ്ലിഫിക്കേഷൻ ലീനിയർ പ്രോസസ്സാണ്. ആ ലീനിയാരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കണം? ഫെയ്ത്ത്ഫുള്ളായിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അതായത് ബയാസിങ് പ്രോപ്പറായിരിക്കണം. ഫിക്സഡ് DC ബയാസിങ് ആയിരിക്കണം. ഫിക്സഡ് DC ബയാസിങ് വിത്ത് പ്രോപ്പർ ബയാസിങ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഫിക്സഡ് ആണെന്ന് പറയുന്നത്? നമ്മൾ VCC ഒക്കെ സപ്ലൈ വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ICക്ക് വേരിയേഷൻ വരും. സോ VC വേരി ചെയ്യാം. അപ്പോൾ സപ്ലൈ വോൾട്ടേജിൽ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ടിനനുസരിച്ചാണ് വേരി ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആവില്ല അത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ്. വാട്ട് അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്? ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കണം? അതായത് Q പോയിന്റ് എക്സാക്ട്ലി മിഡിലായിരിക്കണം അല്ലേ? എന്തിനാ മിഡിലായിരിക്കണേ? ബോത്ത് സൈക്കിളിൽ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിളിൽ ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടുക. ക്ലിയർ അല്ലേ അത്? ഹലോ, ഓക്കെ. The operating point should be at the middle of DC load line. DC load line-ൻ്റെ മിഡിലായിരിക്കും. അപ്പോൾ ഇത്രയും കണ്ടീഷൻ, 3 ബേസിക് കണ്ടീഷൻ നിങ്ങൾക്ക് മിക്കപ്പോഴും വൈവിക്കും ഇതിനൊക്കെ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. വൈവിക്കല്ല, ഈവൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിലും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തായിരിക്കണം ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വേണ്ട മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിസ്റ്റർ ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസാണ്. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും IBയിൽ വേരിയേഷൻ വന്നില്ലെങ്കിൽ ICയിൽ വേരിയേഷൻ വരില്ല. ICയിൽ വേരിയേഷൻ വന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വേരിയേഷൻ വരില്ല. അപ്പോൾ ഇൻപുട്ട് കറണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് കറണ്ടിനെ. ഓക്കെ, അപ്പം ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്ന്. ഓക്കെ, അപ്പം ഈ ട്രാൻസിസ്റ്ററിൽ ഓൾസോ ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഡിവൈസ് കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഡിവൈസാണെന്ന് പറയുന്നത്? നമ്മൾ അതിനകത്ത് ഔട്ട്പുട്ട് കറണ്ട്, ഈ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് കറണ്ടാണ് അല്ലേ. നമ്മളത് വരച്ച് കഴിഞ്ഞപ്പോൾ വരച്ചതാണ്. അപ്പം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കഴിഞ്ഞിട്ട് വെൻ IB 0 ആയി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് റിവേഴ്സാണ്. ഇപ്പം ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ് തന്നെയാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. അത് തിരിച്ച് വരച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. നമുക്ക് ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ഔട്ട്പുട്ട് ഡയോഡിൻ്റെ കറണ്ട്, ഡയോഡിലൂടെയുള്ള കറണ്ട് വെൻ ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ് ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടെമ്പറേച്ചറിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിൽ ദിസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് IC കറണ്ട് വിൽ ഗെറ്റ് ഡബിൾഡ് എന്ന് അങ്ങനെ ഒരു ഇക്വേഷൻ, അങ്ങനെ ഡയോഡ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം പഠിച്ചു. അപ്പോൾ എന്താണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്?
അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ട്രാൻസിസ്റ്റർ നിങ്ങൾ ഈസ് വെരി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഡിവൈസാണ്. കാരണം എന്താണ്, അതിൻ്റെ മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ അത് ഡെലിബറേറ്റ്ലി ഇപ്പം ഐ സിയുടെ വേരിയേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെമ്പറേച്ചർ വേരി ചെയ്ത് കഴിഞ്ഞാലും ഈ ഐ സിക്ക് വേരിയേഷൻ ഉണ്ടാവും. ഇങ്ങനെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പറ്റുക, ക്യൂ പോയിൻ്റ് ഈവൻ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാലും ക്യൂ പോയിൻ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പോൾ ക്യൂ പോയിൻ്റ് ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് നമുക്കത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനായിട്ട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒരുമാതിരി സ്റ്റെബിലൈസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ദർ വിൽ ബി എ തെർമൽ റൺ അവേ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാവും. എന്താണ് തെർമൽ റൺ അവേ? ടെമ്പറേച്ചർ കൂടുമ്പം ഉണ്ടാകുന്ന പ്രശ്നത്തിനാണ് നമ്മൾ തെർമൽ റൺ അവേ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റിവേഴ്സ് കറണ്ട് കൂടും അല്ലേ? റിവേഴ്സ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി എന്ന് പറയുന്ന ഒരു റിവേഴ്സ് കറണ്ട് തന്നെയാണ്. ഐ സി വിൽ ഓൾസോ ഇൻക്രീസ്. ഇഫ് ഐ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ, ഐ സി എന്ന് പറയുന്ന ഒരു കറണ്ടാണ്. കറണ്ട് ഏതെങ്കിലും ഒരു ഡിവൈസിൽ കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന, ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും കൂടാൻ തുടങ്ങും. ഓക്കെ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും, റിവേഴ്സ് കറണ്ട് കൂടും. ഞാനിതിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇപ്പോൾ ICBO ഇത് ഈസ് റിവേഴ്സ് കറണ്ടാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് മൈ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് കൂടും. റിവേഴ്സ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐ സി പിന്നെയും കൂടും. ഐ സി പിന്നെയും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ വീണ്ടും കൂടും. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സൈക്ലിക് ഇതുപോലെ വരിക. അപ്പോൾ എന്താ, ആക്റ്റീവ് റീജിയനിൽ നിന്ന് നേരെ സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. ഇത് പോകും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ ആക്റ്റീവ് റീജിയനിൽ നിന്ന് സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകുന്നതിനാണ് നമ്മൾ തെർമൽ റൺ അവേ എന്ന് പറയുന്നത്. ക്ലിയറായോ? ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ്. കാരണം ഞാൻ വെറുതെ പ്രോബ്ലം ചെയ്യിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നതെന്ന് അന്നേരം നിങ്ങൾക്ക് ഡൗട്ട് വരും. നിങ്ങൾക്ക് ബേസ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ബേസ്, സത്യത്തിൽ ഇത്രയും സമയം എടുക്കാൻ പാടില്ലാത്തതാണ് ട്രാൻസിസ്റ്റർ ഇതിൻ്റെ കവറപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് എന്താണെങ്കിലും കുറച്ച് ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലംസ് നമുക്ക് സ്പീഡിന് ചെയ്യാം. ലെറ്റ് VC saturation voltage is 0.2 voltage and beta is 50. Then the minimum IB എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട് required to drive the transistor in saturation. ഓക്കെ, അപ്പോൾ സാച്ചുറേഷനിലേക്ക് എത്തിക്കാൻ വേണ്ട മിനിമം ബേസ് കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ഡയഗ്രം തന്നിട്ടുണ്ട്. So this is VCC is +3 voltage and RC is equal to 1 kilo ohm and there will be RB and this is IB. What is the IB required to drive the transistor in saturation? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒന്നോടെ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഞാൻ ഇത് ക്വസ്റ്റ്യൻ വലുത് ബൾക്കി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ലെറ്റ് VC സാച്ചുറേഷൻ ഈസ് 0.2 voltage
അതായത് സാച്ചുറേഷൻ വോൾട്ടേജ്. ഞാൻ സാച്ചുറേഷനിലായിരിക്കുമ്പോൾ കളക്ടറിനും എമിറ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0.2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ബീറ്റയുടെ വാല്യൂ, ബീറ്റ എന്ന് പറയുന്ന IC/IB ആണ്, അതിൻ്റെ വാല്യൂ 50 ആണെന്ന് വിചാരിക്കുക. ദെൻ ദ മിനിമം IB റിക്വയർഡ് ടു ഡ്രൈവ് ദി ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ. ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലേക്ക് എത്തിക്കാൻ എത്ര മിനിമം കറണ്ട് IBയിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. Okay, hope this is clear. We know that here in VCC is plus 3 voltage and RC is equal to 1 kilo ohm, 1 kilo ohm. And here VC saturation. ഞാൻ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞപ്പം വെൻ ദ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. കളക്ടർ ആൻഡ് എമിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഇപ്പോൾ VC ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്, VC വിൽ ബി 0 വോൾട്ടേജ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അത് ഐഡിയൽ കണ്ടീഷനിലാണ് VC 0 വോൾട്ടേജ് ആവുന്നത്. വെൻ ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷൻ കളക്ടർ ആൻഡ് എമിറ്റർ ഈ ഷോർട്ട്, കളക്ടർ എമിറ്റർ ഷോർട്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ എഫക്റ്റ് 0 വോൾട്ടേജിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണ്. അത് കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആവും. ഇപ്പം നമ്മൾ എന്താണ് ഇൻവെർട്ടർ ഗേറ്റൊക്കെ നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഈ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? ശ്രീലക്ഷ്മി, മഹാദേവൻ, സോണ, അരവിന്ദ്, നിങ്ങളിത് ഓർക്കുന്നുണ്ടോ? നമ്മൾ പണ്ടത് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസിൽ ഈവൻ ഇൻ VC സാച്ചുറേഷൻ ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാലും, ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യില്ല, ദർ വിൽ ബി, അത് ഐഡിയൽ കണ്ടീഷനിൽ മാത്രമാണ്, ദർ വിൽ ബി എ സാച്ചുറേഷൻ വോൾട്ടേജ്, VC സാച്ചുറേഷൻ വോൾട്ടേജ്, ദാറ്റ് ഈസ് മിനിമം വോൾട്ടേജ്. ദർ ഈസ് 0.2 വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വോൾട്ടേജാണ് സാച്ചുറേഷൻ വോൾട്ടേജ്. ഓക്കെ, സോ VC saturation is 0.2 voltage. Then you have to find out the IB minimum. Okay, so first of all what we have to do is just apply KVL at this branch. ഈ ബ്രാഞ്ചിൽ KVL അപ്ലൈ ചെയ്യുക. ഈ ബ്രാഞ്ചിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 3 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IC/RC ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് പ്ലസ് VCE ആണ് ഇവിടെ ഈ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ദിസ് പ്ലസ് 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IC/RC പ്ലസ് VCE. ഹിയർ വി സേ ദാറ്റ് VC സാച്ചുറേഷനിലേക്ക് എത്തിക്കാൻ വേണ്ട മിനിമം IB കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, so we can from that we can calculate this IC value, IC saturation value, VC saturation. So we can be find out IC saturation value. Okay, so what is the IC saturation value? So the IC saturation value is nothing but 3 voltage minus VC saturation is 0.2 voltage divided by RC. RC is equal to 1 kilo ohm. That is 2.8 kilo ohm അങ്ങോട്ട് വരും milliampere. 2.8 milliampere is IC saturation. So here also given beta value. What is beta? Beta is given as 50. Here beta is also given as 50. What is beta? Beta is nothing but IC/IB. IB is beta. So we have to find the IB value. IB value is nothing but that IC divided by beta, that is 2.8 milliampere divided by 50. So what is that? That is IB is nothing but this value 56 microampere. 56 microampere is 56 microampere is the minimum value to drive the transistor in saturation. 56 മൈക്രോആംപിയറിൽ മേലെ, കാരണം VC സാച്ചുറേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള
വാല്യൂ ആണെന്ന് ഞാൻ ഐ ബിയുടെ വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഈ 56 മൈക്രോ ആമ്പിയറിന് മേലെ എത്ര കറണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് സാച്ചുറേഷൻ റീജിയനിൽ തന്നെയായിരിക്കും ഈ ട്രാൻസിസ്റ്റർ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാണ് ഇതുപോലത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന്? ഈ ഐഡിയ ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? ഓക്കെ, ഈ ബ്രാഞ്ചിലാണ് നമ്മൾ എടുത്തത്. ഈ ബ്രാഞ്ചിൽ നോക്കിക്കഴിയുമ്പം എന്താണ് ഈ 3 വോൾട്ടേജിന് എവിടെയൊക്കെയാണ് ഡ്രോപ്പ് വരുന്നത്? 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ICRC, ഇവിടെ ഒരു ഡ്രോപ്പ് വരുന്നുണ്ട് ICRC പ്ലസ് VCE ഡ്രോപ്പ് വരുന്നുണ്ട്. നമ്മളിവിടെ VCE സാച്ചുറേഷനിൽ എത്തിക്കാൻ വേണ്ട മിനിമം കറണ്ടാണ് കണ്ടിരിക്കുന്നത്. സോ VCE സാച്ചുറേഷൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 0.2 വോൾട്ടേജ്. സോ പ്ലസ് 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IC ഇൻറ്റു 1 കിലോ ഓം പ്ലസ് VCE സാറ്റായ 0.2 വോൾട്ടേജ്. ഏത് ബ്രാഞ്ചിലൂടെ എടുത്തതാണ്? ഈ ബ്രാഞ്ചിലൂടെ എടുത്തതാണോ? സാച്ചുറേഷൻ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സാച്ചുറേഷൻ അല്ലെങ്കിലും VCE എന്ന് തന്നെയാണ് എടുക്കുന്നത്, VCE വോൾട്ടേജ്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പം ഒരു IC വാല്യൂ തന്നിട്ടുണ്ട്, RC വാല്യൂ തന്നിട്ടുണ്ട്, VCE വാല്യൂ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ ഓർ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് സെയിം ഇക്വേഷൻ പ്ലസ് 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE. സാച്ചുറേഷനിലല്ല, ഏത് കണ്ടീഷനിലാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. ആ പ്രോബ്ലം കൂടി നോക്കാം. ലെറ്റ് VB, നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് അസംഷൻ, നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലും എടുക്കാവുന്ന കുറച്ച് അസംഷൻസ് ഞാൻ പറയാം. ഓക്കെ, അത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കാൽക്കുലേറ്റ് IC ആൻഡ് VCE where beta is very large. ദിസ് ഈസ് ദ പ്രോബ്ലം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്കൊരു പ്രോബ്ലത്തിൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലത്തിലാണെങ്കിൽ ഇപ്പം VBയുടെ വാല്യൂ തന്നിട്ടില്ല, ബേസ് ടു എമിറ്റർ വോൾട്ടേജ് വാല്യൂ ഈവൻ തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുണ്ട് 0.7 വോൾട്ടേജ് ആണെന്ന്. ഓക്കെ, ഈ VB വാല്യൂ തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും 0.7 വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യാം. യു ക്യാൻ അസ്യൂം 0.7 വോൾട്ടേജ് VB വാല്യൂ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ വളരെ ഇതായിട്ട്, ഇപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് VBയുടെ വാല്യൂ അറിഞ്ഞാൽ മാത്രമാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ VBയുടെ വാല്യൂ തന്നിട്ടില്ല, ബേസ് ടു എമിറ്റർ വോൾട്ടേജ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ഇൻ പ്രോബ്ലംസ് VB ആസ് 0.7 വോൾട്ടേജ്. ഇത് എല്ലാം തന്നെ ഒരു സിലിക്കൺ വെച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ ആണെന്നുള്ള അസംഷനിലാണ് പ്രോബ്ലംസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അത് VBയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ മാത്രമാണ്. ചിലപ്പോഴൊക്കെ VBയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും 0.65 വോൾട്ടേജ് അല്ലെങ്കിൽ 0.75 വോൾട്ടേജ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ VBയുടെ വാല്യൂ എപ്പോഴും 0.7 വോൾട്ടേജ് ആയിട്ട് എടുക്കുക പ്രോബ്ലത്തിൽ. ഓക്കെ, ഇനി സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഈ ബീറ്റ വാല്യൂ ഈസ് വെരി ലാർജ് എന്ന് തന്നാൽ, ബീറ്റയുടെ വാല്യൂ വെരി ലാർജ് ആണെന്ന് എപ്പോഴും തന്നു കഴിഞ്ഞാൽ യു ക്യാൻ നെഗ്ലക്ട് IB ക്യാൻ ബി ടേക്കൺ ആസ് 0. ദാറ്റ് മീൻസ് IC ഷുഡ് ബി IE ആയിട്ട് നിങ്ങൾക്ക് എടുക്കുക.
കാരണം നമുക്കറിയാം ബീറ്റ ഐ ബി ആണ് ഐ സി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ബീറ്റയുടെ വാല്യൂ വളരെ വലുതാണെങ്കിൽ ഐ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം എവിടെയൊക്കെ ബീറ്റയുടെ വാല്യൂ വളരെ വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ് ഐ സി ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഐ സി ഈസ് ഈക്വൽ ടു ഐ ഇ. ഐ സി ഐ ഇ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചേക്കണം. whenever this beta value is very large, given as very large, you can assume that IC is equal to IE. IC is equal to IE. And if VB value is not given, we can take as VB as 0.7 voltage. Okay, clear? Okay. Okay. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന calculate IC and VC. You have to calculate IC value and VC. This is IC and this is VC. VC collector to emitter voltage ആണ് VC. What is VC? VC is nothing but VC minus VE ആണ് VCE. What is VB? VB minus VE ആണ് VBE. VB ബേസിന് എമിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ബേസ് ടു എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് ടു എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ബി കാൽക്കുലേറ്റ് ദിസ് പ്രോബ്ലം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഐ സി ഐ ഇ തന്നെയാണ്, ഐ സിയുടെ വാല്യൂ തന്നെയായിരിക്കും ഐ ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എങ്ങനെ കണ്ടുപിടിക്കാം? വി ബി മൈനസ് വി ഇ ആണ് വി ബി ഇ എന്ന് പറയുന്നത്. ഓക്കെ, can we calculate VB value? VB is 0.7 ആണ്. അപ്പോൾ VB കണ്ടുപിടിക്കണമെങ്കിൽ VB 0.7 വോൾട്ടേജ് ആണ്. VB കണ്ടുപിടിക്കണമെങ്കിൽ VB is equal to അല്ലെങ്കിൽ VE കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? VB is equal to VB minus VE ആണ്. VE കണ്ടുപിടിക്കാനായിട്ട് VB minus VB ചെയ്താൽ മതി അല്ലേ? VB minus VB ചെയ്താൽ മതി. ഓക്കെ, സോ ഹൗ വി ക്യാൻ ബി കാൽക്കുലേറ്റ്? നമുക്ക് ഈ പ്രോബ്ലത്തിന് നമുക്ക് വേറെ രീതിയിൽ ആസ്പെക്റ്റിൽ എഴുതാനായിട്ട് പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ +5 വോൾട്ടേജ് അതിൽ നിന്ന് തന്നെ ലൈൻ വലിച്ചിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ പ്രോബ്ലത്തിന് ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. +5 voltage, 2.2K, 300 ohm, you have to find out this IC value and this VC value. Okay. എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇത് കിട്ടിയതിന് വേറൊന്നുമില്ല. ഞാൻ ഈ 5 വോൾട്ടേജ് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഇവിടെയും കൊടുത്തു. രണ്ട് സെയിം ആണ്. അവിടെ കൊടുക്കുന്നതിന് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെയാക്കി കൊടുത്തു. ഈ ലൈൻ മേളിൽ നിന്ന് ബുക്ക് കൊടുക്കുന്നതിന് പകരം പാരലായിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ഓക്കെ, സോ വി നോ ദാറ്റ് ഹിയർ ബീറ്റ വാല്യൂ വെരി ലാർജ് ആണ്. സോ ഐ ബി ഈസ് 0. That means there will be no current is flowing to this junction. IB 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല എന്നാണ് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. then what will be this is VB. ഈ പോയിൻ്റാണ് ബേസിലേക്ക് കൊടുക്കുന്ന പോയിൻ്റ് അല്ലേ? സോ ബേസിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, VB ആണ്. ആൻഡ് ദിസ് ഈസ് VE. ഇതാണ് എമിറ്ററിൽ വരുന്ന വോൾട്ടേജ് VE ആണെന്നറിയാം. നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ VB കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്തുനിന്ന് എന്തറിയാം? ഈ കറണ്ട്, വാട്ട് ഈസ് ദിസ് കറണ്ട്? കൺസിഡർ ദിസ് കറണ്ട് ഈസ് IN എന്ന് ഞാൻ വെറുതെ കൊടുക്കുകയാണ്. IN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്ത് കറണ്ടാണ് IN എന്ന് പറയുകയുണ്ടെങ്കിൽ
ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മില്ലി ആംപിയർ ആയിരിക്കും. കാരണം എന്താ 4K + 1K ആണ്, ഇങ്ങോട്ടേക്ക് കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. സോ 4K + 1K ആണ് ഇതിലൂടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. സോ ഐ ഇൻ ഈസ് നത്തിങ് ബട്ട് 5 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 4K + 1K, ദാറ്റ് ഈസ് 1 മില്ലി ആംപിയർ ആണ് ഐ ഇൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വി ബി? ബേസ് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് ദിസ് 1 വോൾട്ടേജ് ഇൻറ്റു ദിസ് 1K. ഇതിന് ക്രോസ് ആയിട്ടാണ്, ഈ 1Kക്ക് ക്രോസ് ആയിട്ടാണ് ദിസ് വോൾട്ടേജ് എടുക്കുന്നത്. സോ വി ബി ഈസ് നത്തിങ് ബട്ട് 1 മില്ലി ആംപിയർ ഇൻറ്റു ദിസ് 1 കിലോ ഓം, ദാറ്റ് ഈസ് വി ബി ഈസ് 1 വോൾട്ടേജ്. വി ബി എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആയി കിട്ടി. നമുക്ക് വേറെ എന്താ അറിയാവുന്ന? വി ബി 0.7 ആണെന്നറിയാം. വി ബി ഈസ് ഈക്വൽ ടു 0.7 വോൾട്ടേജ് ആണെന്നറിയാം. isn't it? So what is VB? VB is nothing but VB minus VE ആണ് VB എന്ന് പറയാം. So VB കിട്ടിയിട്ടുണ്ട്. So we can be calculate VE. VE is nothing but VE ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ VB minus VB എന്ന് കിട്ടും. That is nothing but 1 minus 0.7 voltage എന്ന് കിട്ടും. That is 0.3 voltage. Clear? Got VE. Clear ആയോ അത്? 0.3 വോൾട്ടേജിലേക്ക് കിട്ടിയത്. സോ വി കിട്ടി. എന്തിനാ വി കിട്ടാൻ ഞാൻ നോക്കുന്നതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് വി ഇ? വി ഈസ് നത്തിങ് ബട്ട് കൺസിഡർ ദിസ് ഈസ് ഐ ഇ ആൻഡ് ദിസ് ഈസ് ആർ ഇ. സോ വി ഈസ് നത്തിങ് ബട്ട് ഐ ഇ ഇൻറ്റു ആർ ഇ ആണ് അല്ലേ? ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇ ഇൻറ്റു ആർ ഇ ആണ് വി ഇ എന്ന് പറയുന്നത്. ക്ലിയർ? സോ വാട്ട് ഈസ് ഐ ഇ? IE is nothing but VE divided by RE. What is VE? Is 0.3 voltage and RE is 300 ohm. That means 3 by 300. 3 by we can say that 3 by, so it's 0.3 voltage, 3 kilo ohm, that is 1 milliampere. Okay, so we got IE from that. IE എനിക്ക് കിട്ടി. So we know that already we say that if beta value is very large, IB is equal to I0, then we can assume that IC is equal to IE. So we can say that IC equal to IE, that is equal to 1 milliampere. From this problem we solved the first part, that is calculate IC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താ ചെയ്തതെന്ന് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടായോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് വി സി ആണ് കാണേണ്ടത്. വി സി എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രാഞ്ചിലാണ് വി സി ഉള്ളത്. ഈ ബ്രാഞ്ചിൽ കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ടേജ് ഈക്വൽ ടു ഇവിടെ വരുന്ന ഡ്രോപ്പ്, ദാറ്റ് ഈസ് ICRC. ഞാൻ വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. ICRC പ്ലസ് VCE ഇവിടെ വരുന്ന ഡ്രോപ്പ് പ്ലസ് BE അല്ലേ? ഈ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഡ്രോപ്പ് പ്ലസ് ഇവിടെ വരുന്ന ഡ്രോപ്പ് പ്ലസ് ഇവിടെ വരുന്ന ഡ്രോപ്പാണ് അല്ലേ? അവിടെ വരുന്ന ഡ്രോപ്പാണ്. സോ വി ക്യാൻ സേ ദാറ്റ് 5 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് VE. So we can find out 5 voltage is equal to ICRC, that is IC is 1 milliampere and RC is 2.2 kilo ohm plus VCE plus VE. VE is already given as, that is VE value is already given as 0.3 voltage. That is, this is 2.2, K and milli will cancel each other. So 2.2 plus 0.3, 2.5. 2.5 go to minus 2.5. So what is VCE? VCE is 2.5. 2.5 volt. Okay, clear?
ക്ലിയർ ആയോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത്? ഓക്കെ, ഞാൻ ഇതുപോലത്തെ 2-3 പ്രോബ്ലംസ് നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾ തന്നെ ചെയ്തോളൂ. നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ. നിങ്ങൾക്ക് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ശ്രമിച്ചിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ബൈ.